ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സൺഫ്ലവർ ആണ് കേട്ടോ. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് നമ്മളൊരു യെല്ലോ കളറ് A4 ഷീറ്റ് എടുത്തേക്കാണ്. അതിൽ നമുക്ക് 3 റൗണ്ട് വരയ്ക്കണം. ഞാനിപ്പോൾ ആദ്യം സെയിം ആയിട്ടുള്ള 2 റൗണ്ട് വരയ്ക്കുകയാണ്. കണ്ടോ, ഇങ്ങനെ ഒരു ടാപ്പ് വെച്ചിട്ടാണ് ഞാൻ വരയ്ക്കണം. നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഇഷ്ടമുള്ള ഇത് വെച്ചിട്ട് വരയ്ക്കാം. ഞാൻ അതേ സെയിം അളവിൽ തന്നെ 2 റൗണ്ട് വരച്ചെടുക്കുന്നുണ്ട്, വൃത്തം വരച്ചെടുക്കുകയാണ്. ഇനി വരയ്ക്കുന്ന വൃത്തം ഇതിനേക്കാളും കുറച്ചും കൂടെ ചെറുതായിട്ടാണ് വരയ്ക്കുന്നത്. അതൊരു ചെറിയൊരു അടപ്പ് വെച്ചിട്ടാണ് ഞാൻ വരയ്ക്കണം. അപ്പോൾ നിങ്ങൾ കോമ്പസ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടമെന്ന് വെച്ചാൽ അങ്ങനെ വരയ്ക്കാം കേട്ടോ. ഞാൻ ഇതുപോലെ ഒരടപ്പുകളൊക്കെ വെച്ചിട്ടാണ് വരച്ചെടുത്തത്. ഇനി അത് വെട്ടിയെടുക്കാം. ഇത് വെട്ടിയെടുത്ത് നമുക്ക് പൂക്കളുണ്ടാക്കാം. അതിന് ആദ്യം ഇതിൻ്റെ സെൻറ്റർ മടക്കുക, പിന്നെ വീണ്ടും ഇങ്ങോട്ട് ഒന്നുകൂടെ മടക്കിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു മടക്കം കൂടെ മടക്കുക. അതന്നെ ഇങ്ങനെ മടക്കിയെടുക്കുക കേട്ടോ. അതിന് ശേഷം ഇതിൻ്റെ സൈഡ് ഭാഗം ഒന്നിങ്ങനെ കട്ട് ചെയ്യുക, ചെറുതാക്കി ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്യുക. എന്നിട്ട് സെൻറ്ററിലേക്ക് ഇച്ചിരി കൂടെ നീട്ടി വെട്ടിയെടുക്കാം. എന്നിട്ട് ഇത്തിരി ഗ്യാപ്പ് വിട്ട് വീണ്ടും ഇതുപോലെ തന്നെ ഇതിൻ്റെ തുമ്പ് ഭാഗം വീണ്ടും വെട്ടുക. ഇപ്പോൾ ഞാൻ ചെയ്ത പോലെ തന്നെ വീണ്ടും അങ്ങോട്ട് വെട്ടിയെടുക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ അറ്റം വരെ ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഒരു 1 2 3 4 ഭാഗമായിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടും കേട്ടോ. 4 പാർട്ട് അങ്ങനെ ചെത്തി എടുക്കാൻ കിട്ടും. അങ്ങനെ നിവർത്തുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ എതളുകളായിട്ട് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ കണ്ടില്ലേ, ഇതുപോലെ ചെയ്യാം. ഇനി വെട്ടിയെടുക്കുക കേട്ടോ. ഇങ്ങനെ വെട്ടിയതിന് ശേഷം അതിനെ നിവർത്തിയെടുക്കുക. നല്ല അരുക്കായിട്ട് അതിൻ്റെ സൺഫ്ലവറിൻ്റെ ഇതൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് അത് നിവർത്തി അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ മൂലകളുടെ ഭാഗം ശരിക്കും ഇങ്ങനെ ആയിട്ടുണ്ടാവില്ല, അത് നമ്മൾ നിവർത്തിയതിന് ശേഷം കേട്ടോ സൈഡിൽ അത് നമുക്ക് കൊടുക്കണം കേട്ടോ. വേണ്ട 4 ഭാഗം ഇങ്ങനെ മൂലകൾ വരുന്ന ഭാഗത്തെ എഡ്ജുകളിൽ നമുക്ക് ശരിയാക്കാനുണ്ട്. അത് നമ്മളിങ്ങനെ ഒന്നും കൂടെ വെട്ടി അത് ലെവലിലേക്ക് ആക്കി കൊടുക്കുക കേട്ടോ. ഇങ്ങനെ വെട്ടിയെടുക്കാം. ഇതേപോലെ തന്നെ നമുക്ക് ഇനി അടുത്തതും ചെയ്യാം കേട്ടോ. കണ്ടോ, ഇപ്പം ശരിക്കും എല്ലാ ഇതളുകളും കറക്റ്റ് ലെവലായിട്ട് കിട്ടി. കണ്ടില്ലേ, അങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കണ ഭാഗങ്ങൾ നമ്മൾ അതിങ്ങനെ ശരിക്കാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതുപോലെ മറ്റു വെട്ടിയ 2 വൃത്തവും ഇതുപോലെ തന്നെ വെട്ടിയെടുക്കുക. ഒരു വൃത്തം അളവ് ചെറുതാണ്, 2 സെയിമാണ് കേട്ടോ. ഇനി നമുക്ക് ഈ അടപ്പിൻ്റെ റൗണ്ടിൽ നമുക്ക് വൈറ്റ് പേപ്പറുമേ വെട്ടിയെടുക്കണം ആ റൗണ്ട് കേട്ടോ. കണ്ടോ, അത് നമുക്ക് അതിൻ്റെ സെൻറ്ററിലത്തെ ഭാഗം ഉണ്ടല്ലോ, കറുത്ത ബ്ലാക്ക് കളർ വരുന്ന ബ്രൗൺ കളർ വരുന്ന ആ സാധനം അതിൻ്റെ സെൻറ്ററിലത്തെ നമുക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് വൈറ്റിൽ വെട്ടിയെടുക്കാം. അങ്ങനെ വെട്ടിയെടുത്തിട്ട് നമുക്ക് അത് പശ വെച്ച് നമുക്ക് ഏറ്റവും ചെറുതുണ്ടല്ലോ, നമ്മൾ 3ാമത് വെട്ടിയെടുത്ത ചെറിയ റൗണ്ട് ഉണ്ടാക്കി ആ പൂവിൻ്റെ നടുക്ക് ഒട്ടിക്കുക. പിന്നെ ആ പൂവിനെ നമ്മൾ 2ാമത്തെ സെയിം ആയിട്ടുള്ള ലെവലിൽ ഒട്ടിക്കുക. പശ വെച്ചിട്ട് അതിൻ്റെ മേലേക്ക് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഈ റൗണ്ട് മേലേക്ക് നമ്മൾ സെൻറ്ററിൽ വൈറ്റ് വെച്ച സാധനം നമുക്ക് ഇത് മേലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് വീണ്ടും മറ്റേ മേലേക്ക് കണ്ടില്ലേ 3 ലെയറായിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയേക്കണം. അപ്പോൾ ഇതളുകൾ ഇങ്ങനെ കട്ട കുത്തിയിട്ടാണല്ലോ ഈ സൺഫ്ലവറിന് ഉണ്ടാവുക. അപ്പോൾ 3 റൗണ്ട് നമുക്ക് ഉണ്ടാക്കണം. 2 റൗണ്ട് സെയിമും 3ാമത് ഉണ്ടാക്കണം റൗണ്ട് ഒരു ഇച്ചിരി വൃത്തം ചെറിയ വൃത്തമായിട്ട് വരയ്ക്കുക. അത് എന്നിട്ട് ഇങ്ങനെ വെട്ടിയെടുത്തിട്ട് ഇതുപോലെ ചെയ്യാം കേട്ടോ. കേട്ടോ, അതിന് നമുക്ക് ഇതുപോലെ ഒട്ടിക്കാം. അപ്പോൾ നമ്മുടെ സൺഫ്ലവർ ഇവിടെ ഓക്കെ ആയി. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലെ റൗണ്ടിന് നമുക്ക് കളർ ചെയ്യണം. അത് ഏറ്റവും അവസാനം ചെയ്യാം കേട്ടോ. അതൊന്ന് ഉണങ്ങട്ടെ, നമ്മൾ സെൻറ്ററിൽ ഒട്ടിച്ചതിൻ്റെ ഒന്ന് പശ ഒന്നങ്ങോട്ട് ഉണങ്ങട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ ബാക്കിലത്തെ പണികൾ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ തണ്ട് പിടിപ്പിക്കാനായിട്ട് ഞാൻ ഈർക്കിൽ കേട്ടോ ഉപയോഗിക്കണം. നിങ്ങൾക്ക് വല്ല കമ്പോ അതല്ല കമ്പി വെച്ചിട്ടൊക്കെ ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ചെയ്യാം കേട്ടോ. ഞാൻ ഇതിൽ ഈർക്കിലാണ് വെക്കണത്. അതിന് മുന്നായിട്ട് ഇല വെട്ടിയെടുക്കണം. അതിന് എന്നിട്ട് ഇത്തിരി കളറ് ചെയ്യണം. എൻ്റെ A4 ഷീറ്റിന് അത്രയും ഡാർക്ക്നെസ് ഇല്ല, അത് കാരണം ഞാൻ അതിന് കളർ ചെയ്യുന്നുണ്ട്.
നമുക്ക് ആദ്യം ഈർക്കിലേയുമ്പോൾ ഞാൻ അതിൻ്റെ കമ്പായിട്ട് തോന്നിക്കാൻ വേണ്ടിയിട്ട് പച്ച ടാപ്പ് ഒട്ടിച്ച് കൊടുക്കുകയാണ്. പച്ച കളർ ടാപ്പ് ഒട്ടിക്കുകയാണ്. കണ്ടോ, ഇങ്ങനെ ചുറ്റി കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അതിനെ ആ ബാക്കിൽ വെച്ചിട്ട് ആ ടാപ്പ് കൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ ബാക്ക് ഭാഗം ഇങ്ങനെ ഡിസൈൻ ചെയ്യണം. ടാപ്പിനെ ഒന്ന് ചുരുട്ടിയിട്ട് അതിൻ്റെ ഞെട്ടി ഭാഗം വരുമല്ലോ, അത് ഉണ്ടാക്കിയെടുക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ ചുരുട്ടി വെച്ചിട്ട് അത് ഒട്ടിക്കുക. അപ്പോൾ പിന്നെ അധികം ബുദ്ധിമുട്ടുമില്ല, ഈർക്കിലേക്കൊരു ഉറപ്പുമായി. കണ്ടോ, അങ്ങനെ ഒരു 4 ഞാൻ അങ്ങനെ ഒട്ടിച്ചു കൊടുക്കും. അങ്ങനെ സൈഡ് മടക്കിയിട്ട് ആ ടാപ്പ് കൊണ്ട് തന്നെ. അപ്പോൾ അതിൻ്റെ ഒരു ഞെട്ടി ഭാഗമായിട്ട് തോന്നുകയും ചെയ്യും, ഉറപ്പിൽ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്കതങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. കണ്ടോ, ചെയ്യണ്ടോ, അങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഞാൻ ഇലയ്ക്ക് പെയിൻ്റ് അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇലയ്ക്ക് ഞാൻ നമുക്കിവിടെ പെയിൻ്റ് ഒന്നുകൂടെ അടിച്ചു കൊടുത്തു. അതിന് ഡാർക്ക് കളർ കിട്ടുന്നില്ല, A4 ഷീറ്റ് ഡാർക്കില്ല. കണ്ടോ, അങ്ങനെ ബാക്കിൽ അത് ഒട്ടിച്ച് ഞാൻ പിന്നെ അതിൻ്റെ ഇല ഇതുമ്മ ഒട്ടിച്ച് വയ്ക്കാൻ പോവുകയാണ് കേട്ടോ. തണ്ടുമ്പോൾ തന്നെ ടാപ്പ് ഉപയോഗിച്ച് ഇലേനെ സ്പെഷ്യലായിട്ട് ഇലേനെ വെട്ടിയെടുത്തേക്കുക വേറെ. അതിനകത്ത് ഇതുമ്മ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുകയാണ്. തണ്ടിൽ ചേർത്ത് ഒട്ടിച്ചെടുക്കണം. കണ്ടോ, ആ ടാപ്പ് അങ്ങോട്ട് ചുറ്റി അതുകൊണ്ട് ഒട്ടിച്ചു. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഭാഗം കളർ ചെയ്യാം. വൈറ്റ് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ടല്ലോ, ആ സെൻറ്റർ ഭാഗം നമുക്ക് കളർ ചെയ്തെടുക്കാം. കണ്ടോ, ബ്ലാക്കും കാപ്പിയും കൂടെ മിക്സ് ചെയ്ത കളറാണ് കേട്ടത്. അപ്പോൾ കണ്ടോ, നല്ല രസമായില്ലേ, നല്ല ഭംഗിയില്ലേ കാണാൻ, സൺഫ്ലവറായിട്ട് തോന്നുന്നില്ലേ? അങ്ങനെ നമുക്കിതിനെ ഇങ്ങനെ കുത്തി കളർ ചെയ്തെടുക്കുക. ഇങ്ങനെ നല്ല ഭംഗിയായി. അങ്ങനെ 3 സൺഫ്ലവർ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ. കണ്ടോ, നല്ല രസമില്ലേ കാണാനായിട്ട്? അങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? എല്ലാവരും ഇത് ചെയ്ത് നോക്കണം കേട്ടോ. കണ്ടോ, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഇത് ഷെയർ ചെയ്യാനും മറക്കരുതേ. പിന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്നതും ക്ലിക്ക് തൊട്ടാലേ ഇത് എല്ലാ നോട്ടിഫിക്കേഷൻസും കിട്ടാനായിട്ട് പറ്റൂ. അതുകൊണ്ട് അത് മറക്കാതെ ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഇതൊക്കെ ഷെയർ ചെയ്യുക, കമൻറ്റ് അയക്കണം. ഓക്കെ.